ഒരു കാലത്ത് നഗരം അസൂയയോടെ നോക്കിയ ഒരു യുവ സംരംഭകൻ. അവൻ പടുത്തുയർത്തിയ ബിസിനസ് സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാതെ അവൻ നിരാശയിലായി. ദൈവത്തോടും ലോകത്തോടും അവൻ പരാതിപ്പെട്ടു. ദൈവമേ, എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെയൊരു വിധി? ശക്തമായി പോരാടുന്ന എന്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി എന്തിനീ പരീക്ഷണം? അവന്റെ വാക്കുകൾ നിരാശയുടെ കയത്തിൽ മുങ്ങിത്താഴുമ്പോഴാണ് ജനാലക്കരികിൽ നിഴൽ പോലെ ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടത്. നിന്റെ കഷ്ടപ്പാടുകൾ എന്ന് തീരുമെന്നാണോ നിനക്ക് അറിയേണ്ടത്? വൃദ്ധന്റെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടിത്തെറിച്ചു. തന്റെ ഉള്ളിലെ ചിന്തകൾ എങ്ങനെ ഇയാൾ അറിഞ്ഞു? അയാൾ അറിയാതെ വിതുമ്പി, എന്റെ ഈ ദുരവസ്ഥ എപ്പോഴവസാനിക്കും? വൃദ്ധൻ ആകാശത്തേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു, ഒരിക്കലും തീരില്ല. നിന്റെ വിധിയിൽ ഇനിയും ഇരുട്ട് തന്നെ ആയിരിക്കും. അയാളുടെ മുമ്പിൽ ലോകം നിശ്ചലമായി. അവസാന പ്രതീക്ഷയും അണഞ്ഞുപോയ നിമിഷം. അപ്പോൾ വൃദ്ധൻ തുടർന്നു, ഈ ഇരുട്ടിലും നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഓരോ ശ്വാസത്തിനും, നിനക്ക് ലഭിക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിനും, നിനക്ക് ബാക്കിയുള്ള ഈ ജീവനും നന്ദി പറയുക. ദൈവമേ നന്ദി, ഇതൊരു മന്ത്രമായി ഉരുവിടുക. ആ വാചകം കേട്ട് അയാൾ കുപിതനായെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവന് ഇനി എന്തു നോക്കാനെന്ന ചിന്തയിൽ അയാൾ വൃദ്ധന്റെ വാക്കുകൾ അനുസരിക്കാൻ തീരുമാനിച്ചു. വിശപ്പടക്കാൻ ഒരു കഷ്ണം റൊട്ടി കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. തല ചായ്ക്കാൻ ഒരു ഇടം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. ദാഹമകറ്റാൻ ഒരു തുള്ളി വെള്ളം കിട്ടിയപ്പോൾ അവൻ പറഞ്ഞു നന്ദി. പരാതികൾ അവസാനിച്ചപ്പോൾ അയാളുടെ തലച്ചോറിലെ ആകുലതകൾ ഒഴിഞ്ഞു. അതിജീവനത്തിനുള്ള പുതിയ ആശയങ്ങൾ അവിടെ മുളപൊട്ടി. തന്റെ പരാജയപ്പെട്ട സംരംഭത്തിന്റെ തെറ്റുകൾ അവൻ തിരിച്ചറിഞ്ഞു. അവനോട് പൊരുത്തപ്പെടാൻ തയ്യാറായ പുതിയ സുഹൃത്തുക്കൾ അവനെ തേടിയെത്തി. മാസങ്ങൾക്കകം ചാരത്തിൽ നിന്നും പുനർജനിക്കുന്ന ഫിനിക്സ് പക്ഷിയെപ്പോലെ അവൻ വീണ്ടും വിജയിച്ചു. ഒടുവിൽ വൃദ്ധൻ വീണ്ടും അവനെ കാണാനെത്തി. അവൻ ചോദിച്ചു, ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ എന്റെ വിധി എങ്ങനെ മാറി? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിധി മാറിയില്ല, നീയാണ് മാറിയത്. സാഹചര്യങ്ങളെ മാറ്റാൻ നീ ശ്രമിച്ചപ്പോൾ നിനക്ക് പരാജയങ്ങൾ മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ നിന്റെ മനോഭാവം മാറിയപ്പോൾ നീ പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി. വഴങ്ങാത്ത കാലത്തോട് മത്സരിക്കുന്നതിനേക്കാൾ ബുദ്ധി കാലത്തിനനുസരിച്ച് സ്വയം പുനഃക്രമീകരിക്കുക എന്നതാണ്. നിന്റെ മനോഭാവം മാറിയപ്പോൾ നീ സാഹചര്യങ്ങളുമായി കലഹിക്കുന്നത് നിർത്തി. അതോടെ നിന്റെ സർഗാത്മകത ഉണർന്നു. നീ പുതിയ അവസരങ്ങൾ കണ്ടെത്തി. നമ്മുടെ ജീവിതത്തിലും തിരുത്താൻ കഴിയാത്ത സാഹചര്യങ്ങളെ തിരുത്താൻ ശ്രമിക്കുന്നത് സമയം കളയുന്നതിനും ആത്മവിശ്വാസം തകരുന്നതിനും കാരണമാകും. പ്രശ്നങ്ങളെ നോക്കുന്ന രീതി മാറ്റിയാൽ പ്രശ്നങ്ങൾ തന്നെ ഇല്ലാതാകുന്നു. പരാതികൾക്ക് പകരം നന്ദി പറയുന്ന മനസ്സ് പുതിയ അവസരങ്ങൾ തുറക്കും. കാലം നമുക്ക് വേണ്ടി മാറില്ല, പക്ഷേ നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ പ്രതികരണങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. താങ്ക്